വാങ്ങിച്ചോ? രാവിലത്തെ പവർ കണ്ടപ്പോ തോന്നി അടുത്തെങ്ങും വാങ്ങിച്ചു തരാൻ സൗകര്യം കാണില്ല. ഇപ്പോഴെന്തേ നല്ല ബുദ്ധി തോന്നിയത്? ഇനിയിപ്പോ വളയിടാത്തോണ്ട് ഉറങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. അയ്യേ, ഞാൻ പോന്നു. എല്ലാവർക്കും അതിലത്ത് ഭാഗ്യം കിട്ടുമോ? യോഗം വേണമടാ, യോഗം. അല്ലാതെ കരഞ്ഞിട്ട് എന്ത് കാര്യം? ഡേ പപ്പു. ഒന്നുമില്ല. അല്ല, എങ്ങനെ ഇതിന്റെ ഒരു സംഗതി എന്നൊന്നും അറിഞ്ഞാൽ തിരക്കിട്ടില്ലായിരുന്നു. എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ? സാറിപ്പോ എന്തോ ഒരു പൊതി കൊണ്ട് കൊടുത്തല്ലോ, എന്തായിരുന്നത്? അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം, മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടാതെ. ഭയങ്കര അധ്വാനമാണല്ലോ. അങ്ങനെ ആ പെമ്പിള്ളേർ. അല്ലാതെ പപ്പുവിനെ പോലെ തെക്ക് വടക്ക് നടക്കുവാണോ? എന്താ പപ്പു ഇത്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ലേ? ദേ, ഉള്ളത് പറഞ്ഞു. ആരുമായിട്ട് അടിപിടി കൂടിയത്? അടിപിടി കൂടിയിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ഇത്? കാറ്റടിച്ചങ്ങ് മുറിഞ്ഞു പോയോ? ഇതിനെ നഖം കൊണ്ട് മുറിഞ്ഞതാ. നഖം കൊണ്ട് മുറിഞ്ഞ ഇങ്ങനെ? എന്തിനാ പപ്പു കള്ളം പറയുന്നത്? പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ? ഒന്നുമില്ലെന്നേ. ആഹാ, പപ്പൂസ് വന്നല്ലോ. പപ്പൂസേ, ആ ബ്ലൗസ് നിങ്ങടുത്തെ. ഏത് ബ്ലൗസ്? ദേ, ആ മഞ്ഞ ബ്ലൗസ്. നല്ല കുട്ടിയല്ലേ, ഒന്ന് എടുക്ക പപ്പൂസേ. ഓ,
വെളിച്ചം അറിയാതെ മാറി നിൽക്കും പപ്പൂസെ. ആവശ്യത്തിനുള്ള വെളിച്ചൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയും കണ്ണു കാണുന്നില്ലല്ലേ? ഒരു കണ്ണട വാങ്ങി ഫിറ്റ് ചെയ്യും. ഞാനൊരു കണ്ണട വെച്ചാൽ എങ്ങനെ ഇരിക്കും? ചന്തമായിരിക്കും. ഒരിടത്തിലെ പാവലന് നോക്കൂത്തി വെച്ച പോലെ ഇരിക്കും. അയ്യ അയ്യ പോ. ഒന്ന് മാറി നിൽക്കും പപ്പൂസെ. പപ്പൂസെ, ആ സൈഡിലോട്ട് മാറി നിൽക്കാൻ. വെറുതെ എന്റെ ജോലി മുടക്കരുത്. ഞാൻ ഈ മെഷീൻ ചവിട്ടുന്ന എങ്ങനെയാന്ന് പഠിക്കുകയായിരുന്നു. ഞാൻ എത്ര കാലമായി രചിച്ചോട് പറയുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിച്ചു തരണമെന്ന്. തയ്യൽ പഠിച്ചിട്ട് എന്തിനാ ടൈലർ ഷോപ്പ് തുടങ്ങാൻ പോകുന്നു? ചിരിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിലേ എന്റെ ആശ ആരാകാനായിരുന്നെന്ന് അറിയാമോ? ഒരു തയ്യൽക്കാരനാവാൻ. ചെറുപ്പത്തിലോ? അപ്പൊ ഇപ്പോഴോ? ഇപ്പോഴാരാകാൻ ആശ? ഇപ്പോഴേ തീപ്പെട്ടി ഉണ്ടോ സാറേ? ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ഒറ്റയാളെ കിട്ടിയില്ല അരകേശിൽ നിന്ന് പറഞ്ഞ ലൈബ്രറിയില്. ശരി. ഇതുവരെ എവിടെയായിരുന്നു? ലൈബ്രറിയില്. അവിടെ വാർഷികത്തിന് ഇനി 2 ആഴ്ചയുള്ളൂ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു സാർ എപ്പോഴും ഭയങ്കര വഴക്ക. അപ്പൊ ഗോവെന്നും പറഞ്ഞ ഉള്ളതാണല്ലോ ചേച്ചി. എടാ ഉള്ളതാണോ? എടാ പപ്പു, നീ സിഗരറ്റ് വലിച്ചോ? അയ്യോ ഇല്ല ഇല്ല ചെറിയമ്മേ. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. വളർന്നു വരുന്നത് ഞാൻ കൂട്ടാക്കത്തില്ല. അടുത്തതിനെ മൂലയിൽ ഇരുത്തിക്കളയാൻ പറഞ്ഞേക്കാം. ആ, ഞാൻ അച്ഛൻ എഴുതട്ടെ. ഇക്കണക്കിന് നിന്നെ ഹോസ്റ്റലിലേക്ക് അയച്ചാൽ നീ എന്തൊക്കെ ചെയ്യില്ലടാ? നീയാണ് ഈ വീട്ടിലെ മൂത്ത കുട്ടി. നിന്നെ കണ്ടുവേണം മറ്റുള്ളവർ പഠിക്കാൻ. അത് ഓർമ്മ വേണം. പോരാതെ.
പുസ്തകം വീക്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചേക്കൂ. എന്നാ ഞാൻ പോട്ടെ. എന്താ പപ്പു? നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. എവിടെ ചേച്ചിയുടെ അമ്മ? അമ്മയോ? അമ്മ അവിടെ എങ്ങാനും കാണും. ആ ചിലപ്പോഴേ കുളിക്കാൻ പോയി കാണും. ആ എന്താ? അല്ല, അമ്മ പറഞ്ഞു വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടിയല്ല. ആരെ, എന്നെയോ? അല്ല, അമ്മ. എന്താ? ആ എനിക്കറിയില്ല, അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. വിശേഷോ? എന്ത് വിശേഷം? ശാന്തിയില്ലേ? ശാന്തി. ആ ശാന്തി. ശാന്തി, നമ്മുടെ ശാന്തി. ആ നമ്മുടെ ശാന്തി. ശാന്തി, ഞാൻ നിനക്ക് ചെവി പറഞ്ഞുതരാം. ആ പറ. ശാന്തിയില്ലേ? ശാന്തി, നമ്മുടെ ശാന്തിയില്ലേ? അവള്